നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികരണവുമായി DGP റവാഡ ചന്ദ്രശേഖർ. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി DGP റവാഡ ചന്ദ്രശേഖർ. കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. സംഭവത്തിൽ കടുത്ത നടപടിയുണ്ടാകും. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തും. വീഴ്ച വന്നാൽ കടുത്ത നടപടിയെടുക്കുമെന്നും DGP പറഞ്ഞു. ബാലരാമപുരത്ത് സർക്കാർ ഓഫീസുകളിൽ മോഷണം. ലാപ്ടോപ്പുകളും പണവും കവർന്നു. വില്ലേജ് ഓഫീസ്, ആയുർവേദ ആശുപത്രി, കൃഷിഭവന്റെ കീഴിലുള്ള ചെടി നഴ്സറി എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. വില്ലേജ് ഓഫീസിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് ഓഫീസിലെ മേശയിലുണ്ടായിരുന്ന 3 ലാപ്ടോപ്പുകൾ കവർന്നതായി കണ്ടെത്തി. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അടങ്ങിയ ലാപ്ടോപ്പാണ് മോഷണം പോയത്. ഓണാവധിക്ക് ശേഷം ഉദ്യോഗസ്ഥരെത്തി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ നഷ്ടപ്പെട്ട ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ. തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയിലെ വാതിൽ കുത്തിപ്പൊളിച്ചെങ്കിലും ഒന്നും എടുത്തിട്ടില്ല. കൃഷിഭവന്റെ കീഴിലുള്ള ബ്ലോക്ക് ചെടി നഴ്സറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാലരാമപുരം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. കാൽനട യാത്രക്കാരായ 2 പേർ ബൈക്കിടിച്ച് മരിച്ച സംഭവം ദുരൂഹത. വിശ്വസിക്കാനാകില്ലെന്ന് ബന്ധുക്കൾ. മാതമംഗലത്തിനടുത്ത് കടക്കരയിൽ ബൈക്കിടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. എരമം ഉള്ളൂരിലെ പരേതയായ പുഞ്ഞുംപിടിക്ക ചന്തക്കുട്ടി മാവില മൂർക്കൻ വീട്ടിൽ നാരായണി എന്നിവരുടെ മകൻ MM വിജയൻ, പുഞ്ഞുംപിടിക്ക രാഘവൻ PK പത്മാഷി ദമ്പതികളുടെ മകൻ രതീഷ് എന്നിവരാണ് മരിച്ചത്. ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു ഇരുവരും. ഇവരുടെ ശരീരത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. റോഡിൽ വീട് കിടക്കുന്നതായാണ് നാട്ടുകാർ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച ബന്ധുക്കൾ പെരിങ്ങും പോലീസിൽ പരാതി നൽകി. ബൈക്കിടിച്ച് 2 പേർ തക്ഷണം മരിച്ചത് വിശ്വസിക്കാനാവുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. യുവമോർച്ച നേതാവിനെയും അമ്മയെയും ആക്രമിച്ച 12 BJP പ്രവർത്തകർക്കെതിരെ കേസ്. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തതിന് വീട്ടിൽ അതിക്രമിച്ചു കയറി യുവമോർച്ച നേതാവിനെയും അമ്മയെയും ആക്രമിച്ചതായി പരാതി. അക്രമം നടത്തിയതിന് കണ്ടാലറിയാവുന്ന 3 പേർ ഉൾപ്പെടെ 12 BJP പ്രവർത്തകർക്കെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു. പുതിയ തെരുവ് മണ്ഡപത്തിന് സമീപത്തെ ഓങ്കാര ഹൌസിൽ T സൂരജ് നാഥൻ, അമ്മ സുജാത എന്നിവർക്കാണ് പരിക്കേറ്റത്. പൊന്നോണത്തിനും പണി പറ്റിച്ച പൊന്നിന്റെ വില. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവൻ ഇന്ന് 560 രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 78,920 രൂപയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി സ്വർണ്ണവില കുത്തനെ ഉയർന്നിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് 1 പവൻ ആഭരണത്തിന് 86,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 10,800 രൂപ നൽകേണ്ടി വരും.